കഴിഞ്ഞ ദിവസങ്ങളിൽ രാജ്യത്തുണ്ടായ ഏറ്റവും വലിയ രാഷ്ട്രീയ സംഭവവികാസമാണ് രാഘവ് ചദ്ദ എന്ന ആം ആദ്മി പാർട്ടിയുടെ പ്രമുഖനായ നേതാവ് അദ്ദേഹത്തിൻ്റെ കൂടെ 6 MP-മാർ മൊത്തം 7 പേർ BJP-യിൽ ചേർന്ന ഒരു വാർത്തകൾ. ആം ആദ്മിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കാലങ്ങളിൽ BJP അവരെ അതിശക്തമായി നേരിടുന്നുണ്ട്. അരവിന്ദ് കെജ്രിവാളിനെ അവിടെ ഡൽഹിയിൽ നിന്നും പിഴുതെറിയാൻ വേണ്ടി അദ്ദേഹത്തിനെതിരെ ഡൽഹിയിൽ അഴിമതി എന്നുള്ള ഒരു ആരോപണം മുൻനിർത്തി ED കേസ് വരുന്നു, അന്വേഷണങ്ങൾ നടത്തുന്നു, ജയിലിലടക്കുന്നു, തുടർന്ന് തെരഞ്ഞെടുപ്പ് നടത്തുന്നു. കുറെ കാലത്തിന് ശേഷം ആം ആദ്മിയുടെ കയ്യിലുണ്ടായിരുന്ന ഡൽഹി BJP പിടിച്ചെടുക്കുന്നു. ആം ആദ്മി ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഡൽഹിയിൽ സമ്പൂർണമായിട്ടും പരാജയപ്പെടുന്നു. നിലവിൽ അവർ ഭരണത്തിലുള്ളത് പഞ്ചാബിലാണ്. പഞ്ചാബിലെ ഒരു പ്രത്യേകത എന്നുള്ളത് പഞ്ചാബിൽ അവർക്ക് വലിയ ഭൂരിപക്ഷത്തോടു കൂടി കോൺഗ്രസിനെ പരാജയപ്പെടുത്തിയാണ് അവർ സർക്കാർ രൂപീകരിച്ചത്. ഇവിടങ്ങളിൽ നിന്നുള്ള 7 രാജ്യസഭാ MP-മാരാണ് ഇപ്പോൾ BJP-യിൽ പോയിരിക്കുന്നത്. അഥവാ ക്രിക്കറ്റ് താരം ഹർഭജൻ സിംഗും ഇവരുടെ സമുന്നതരായ പല നേതാക്കളും ഉൾപ്പെടുന്ന ഒരു സംഘം തന്നെ BJP-യിലേക്ക് കൂറുമാറിയിരിക്കുകയാണ്. കൂറുമാറ്റ നിരോധന നിയമം അടക്കം മറികടക്കാൻ കഴിയുന്ന രീതിയിൽ ഭൂരിഭാഗം MP-മാരും 10 MP-മാരിൽ 7 പേരും അത്തരത്തിൽ മാറിയാൽ അത് പിന്നീട് ആ പാർട്ടിക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാവും. രാഘവ് ചദ്ദയെ സംബന്ധിച്ചിടത്തോളം സോഷ്യൽ മീഡിയയിൽ വളരെയധികം ട്രെൻഡ് ഉണ്ടാക്കിയ ഒരു MP-യാണ്. പക്ഷേ അദ്ദേഹം രാജ്യസഭയിൽ നിരന്തരമായിട്ട് സംഘപരിവാർ രാജ്യത്തുണ്ടാക്കുന്ന കുഴപ്പങ്ങളും രാജ്യത്ത് ഭരണകൂടം നടത്തുന്ന പ്രശ്നങ്ങളെ പറ്റി സംസാരിക്കുന്നതിന് പകരം എയർപോർട്ടിലെ ചായ, റീചാർജിലെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ സമൂസക്കുണ്ടാവുന്ന വില കൂടുതൽ, ഇതൊക്കെയാണ് അദ്ദേഹം രാജ്യസഭ പോലെയുള്ള പ്രധാനപ്പെട്ട രാഷ്ട്രീയം സംസാരിക്കേണ്ട ഇടങ്ങളിൽ വിഷയങ്ങളാക്കി കൊണ്ടുവരുന്നത്. അതിനുശേഷം ഈ എയർപോർട്ടിൽ പോയിക്കൊണ്ട് ചായ കുടിച്ചുകൊണ്ട് ചായയുടെ വില കുറച്ചതിനെ പറ്റിയൊക്കെ റീൽസ് ചെയ്തുകൊണ്ട് അത് പ്രചരിപ്പിക്കുകയും അത് സോഷ്യൽ മീഡിയയിൽ നിരന്തരമായ പ്രചരണം നടത്തുകയുമാണ് ചെയ്തിട്ടുള്ളത്. ആം ആദ്മി തന്നെ അദ്ദേഹത്തിന് സമയം നൽകരുതെന്നും അദ്ദേഹത്തെ രാജ്യസഭയുടെ അവരുടെ നേതൃത്വത്തിൽ നിന്നും മാറ്റുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. അതിനുശേഷമാണ് നേരെ അദ്ദേഹം BJP-യിലേക്ക് പോയത്. ഇതിനിടയിൽ ഈ 7 പേരിൽ പലർക്കും ED-യുടെ നോട്ടീസ് കിട്ടിയിട്ടുണ്ടെന്നും ED നോട്ടീസ് കിട്ടിയതിന് ശേഷമാണ് ED നടപടികൾക്ക് ശേഷമാണ് ഇവർ BJP-യിൽ എത്തിയതുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തലുകളായി വരുന്നത്. അഥവാ അത്തരം വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. പറഞ്ഞു വരുന്നത്, സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയം സംസാരിക്കാതെ ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ നേതൃത്വത്തിനും ഒരു രാഷ്ട്രീയ പാർട്ടിക്കും നിലനിൽക്കാൻ കഴിയില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് ഈ 7 MP-മാരുടെ കൂറുമാറ്റത്തിലൂടെ വ്യക്തമായി കൊണ്ടിരിക്കുന്നത്. അഥവാ ആം ആദ്മി പാർട്ടി രൂപീകരിച്ച ഒരു സാഹചര്യം നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. എന്നാണ് ആം ആദ്മി പാർട്ടി രൂപീകരിച്ചത്? UPA-യുടെ മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള അഴിമതി ആരോപണങ്ങൾ ഉണ്ടാവുകയും അതിനെതിരെ അണ്ണാ ഹസാരെയുടെ നേതൃത്വത്തിലുള്ള പലതരം മൂവ്മെന്റുകൾ ഉണ്ടാവുകയും ഈ മൂവ്മെന്റുകൾക്ക് പിന്നിൽ RSS ആയിരുന്നു എന്ന് പിന്നീട് വെളിപ്പെട്ട കാര്യമാണ്. അങ്ങനെ പല മൂവ്മെന്റുകൾ ഉണ്ടാവുകയും ആ മൂവ്മെന്റിലൂടെ ഉണ്ടായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് അഴിമതിയുടെ പേരിൽ അഴിമതി വിരുദ്ധ രാഷ്ട്രീയം മുഖ്യ അജണ്ടയായി കൊണ്ടുവന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ആം ആദ്മി എന്നുള്ളത്. അപ്പോൾ അഴിമതി എന്നുള്ളത് 2014 മൻമോഹൻ സിംഗിന്റെ സർക്കാർ മാറി നരേന്ദ്രമോദി നേതൃത്വത്തിലുള്ള NDA സർക്കാർ രംഗത്ത് വരികയാണ്. ഒരു രാജ്യത്ത് അഴിമതി അവസാനിച്ചു? ഇല്ല, അഴിമതി തുടരുന്നുണ്ട്. പക്ഷേ അന്ന് മുതൽ 2014 മുതൽ ഈ അഴിമതിക്കെതിരെ രൂപീകരിച്ചു എന്ന് പറയുന്ന സർവ്വ മൂവ്മെന്റുകളും അവരുടെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ചു. അണ്ണാ ഹസാരെ നിശബ്ദമായി. മറ്റുള്ള ഈ മൂവ്മെന്റുകളൊക്കെ 2014 ശേഷം അഴിമതിയെ പറ്റിയോ രാഷ്ട്രീയത്തെ പറ്റിയോ സംസാരിക്കാത്ത അവസ്ഥയാകും. പക്ഷെ അപ്പോഴും ഈ അഴിമതിയുടെ രാഷ്ട്രീയം മുൻനിർത്തി ഡൽഹി ഭരണമടക്കം പിടിച്ചെടുത്ത ആം ആദ്മി അവിടെ ഉണ്ടായിരുന്നു. ആം ആദ്മി പാർട്ടി ഉണ്ടായിരുന്നു. അരവിന്ദ് കെജ്രിവാൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം 2014 ശേഷം ഇന്ത്യ ഒരു ഫാസിസ്റ്റ് നയം സ്വീകരിക്കുന്ന ഒരു സർക്കാർ ഭരണത്തിലേറുന്നു എന്നുള്ളതും അവിടുത്തെ പ്രതിപക്ഷങ്ങളെ വേട്ടയാടുന്നു എന്നുള്ളതും ഒരു ഏകാധിപത്യ പ്രവണതയിലേക്ക് രാജ്യത്തെ കൊണ്ടുപോകുന്നു എന്നുള്ളതും RSSന്റെ ഐഡിയോളജിക്കലായിട്ടുള്ള അജണ്ടകളാണ്
2014 മുതൽ രാജ്യത്ത് നടപ്പിലാക്കുന്നതുമെന്നുള്ള വലിയ പ്രശ്നം അവിടെ നിലനിൽക്കുന്നു. അപ്പോൾ 2014 മുതൽ നിങ്ങൾ സംസാരിക്കേണ്ട രാഷ്ട്രീയം എന്താണ് എന്നുള്ള ചോദ്യമാണ് അവിടെ പ്രസക്തമാകുന്നത്. അഴിമതി എന്നുള്ളത് ഒരു ഭാഗത്ത് നിലനിൽക്കുമ്പോൾ അഴിമതിയേക്കാൾ കൂടുതൽ പിന്നീട് നടക്കുന്നത് സ്വജനപക്ഷപാതവും വിവേചനവും വർഗീയതയും വംശീയതയും അതുപോലെ തന്നെ ഫാസിസവുമാണ് എന്നുള്ള ഒരു അവസ്ഥ സംജാതമാകുമ്പോൾ നിങ്ങൾ അതിനെതിരെയുള്ള രാഷ്ട്രീയം സംസാരിച്ചില്ലെങ്കിൽ നിങ്ങളുടെ രാഷ്ട്രീയത്തെ തന്നെ അവർ വിഴുങ്ങിക്കളയും എന്നുള്ള സാഹചര്യമാണ്. ഇവിടെ സംഘ് പരിവാർ തീവ്ര ഹിന്ദുത്വത്തിൽ അധിഷ്ഠിതമായ ഒരു രാഷ്ട്രീയം മുമ്പോട്ട് വെക്കുമ്പോൾ, അവർ രാമരാജ്യ സങ്കല്പം മുമ്പോട്ട് വെക്കുമ്പോൾ, അവർ രാമക്ഷേത്രം മുൻനിർത്തിയുള്ള ഒരു രാഷ്ട്രീയം മുമ്പോട്ട് വെക്കുമ്പോൾ, ഞങ്ങൾ രാമക്ഷേത്രത്തിലേക്ക് പോകാനുള്ള ട്രെയിനുകൾ ഏർപ്പാടാക്കും, ഞങ്ങൾ ഹനുമാൻ ചാലീസ ചൊല്ലും എന്നുള്ള രാഷ്ട്രീയം പറഞ്ഞ് അതിനെ നേരിടാൻ ഒരിക്കലും സാധിക്കില്ല. അങ്ങനെ വരുന്ന പക്ഷമാണ് ഇപ്പോൾ രാഘവ ചദ്ദയെ പോലെയുള്ള ആളുകൾ എളുപ്പത്തിൽ അത് സംഘപരിവാർ രാഷ്ട്രീയത്തിലേക്ക് പോവാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായി മാറുന്നത്. അഥവാ രാജ്യം അഭിമുഖീകരിക്കുന്ന ഒന്നാമത്തെ പ്രശ്നം എന്നുള്ളത് നിലവിലുള്ള രാജ്യത്തിന്റെ അവസ്ഥയിൽ അത് വർഗീയതയാണ്, അത് ഫാസിസമാണ്. അഥവാ ഭരണകൂടത്തിനെതിരെ സർക്കാരിനെതിരെ സംസാരിച്ചാൽ ഏത് നിമിഷവും തങ്ങൾ തുറങ്കിലടക്കപ്പെടുമെന്നും ജയിലിലടക്കപ്പെടുമെന്നും തങ്ങളെ ഭരണകൂടം വേട്ടയാടപ്പെടുമെന്നുള്ള ഒരു സാഹചര്യമാണ് രാജ്യത്തുള്ളത്. തങ്ങളുടെ സംസ്ഥാന തലത്തിലുള്ള മുഖ്യമന്ത്രിയെ തന്നെ മാസങ്ങളോളം ജയിലിലടക്കുന്ന ഒരു ഭരണകൂട സമ്പ്രദായമാണ് രാജ്യത്തുള്ളത് എന്നുള്ള പ്രാഥമികമായ ബോധ്യമെങ്കിലും ആം ആദ്മി പാർട്ടിക്ക് ഉണ്ടാവണമായിരുന്നു. അങ്ങനെ ഉണ്ടാവുന്ന പക്ഷം അഴിമതി അഴിമതി എന്ന് പറയുന്നതിനപ്പുറം നിങ്ങൾ ഈ രാജ്യത്ത് സംസാരിക്കേണ്ട രാഷ്ട്രീയം എന്നുള്ളത് അത് ഒരു തങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരു രാഷ്ട്രീയം സംസാരിച്ചതിന്റെ പേരിൽ തങ്ങളുടെ ഒരു മുഖ്യമന്ത്രിയെ തന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കാൻ പറ്റുന്ന ഒരു സാഹചര്യവും അത്തരത്തിൽ ഭരണകൂടം നേരിടുന്നതിനെ പറ്റിയുള്ള ഫാസിസത്തെ കുറിച്ചാണ് സംസാരിക്കേണ്ടിയിരുന്നത്. പക്ഷെ അത്തരം രാഷ്ട്രീയ വിദ്യാഭ്യാസം നൽകുന്നതിന് പകരം, അത്തരം രാഷ്ട്രീയ പ്രബുദ്ധത തങ്ങളുടെ അണികൾക്ക് നൽകുന്നതിന് പകരം നേരത്തെ 2014 മുമ്പിൽ രാജ്യത്തുണ്ടായ ഒരു അഴിമതി എന്നുള്ള കാര്യം മാത്രം ഉയർത്തിക്കൊണ്ടുവന്നുകൊണ്ട് നിങ്ങൾക്ക് ഇന്ത്യയിൽ രാഷ്ട്രീയം സംസാരിക്കാൻ കഴിയില്ല. ഇപ്പോൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും ഇങ്ങനെയുള്ള സകല പാർട്ടികളുടെയും പ്രമുഖരായ ആളുകളെ BJP റാഞ്ചിക്കൊണ്ടു പോവുകയാണ്. എങ്ങനെയാണ് അവരെ റാഞ്ചിക്കൊണ്ടു പോകുന്നത്? ഒന്നെങ്കിൽ പണം കൊടുത്ത് പ്രലോഭിക്കും, അല്ല എങ്കിൽ ഈ ഏജൻസികൾ, കേന്ദ്രത്തിന് കീഴിലുള്ള അന്വേഷണ ഏജൻസികൾ, ED അടക്കമുള്ള ഏജൻസികളെ ഉപയോഗപ്പെടുത്തും. അങ്ങനെയുള്ള ഏജൻസികൾ വന്നുകൊണ്ട് ഇവർക്ക് നേരെയുള്ള അന്വേഷണങ്ങളുടെ കാണിക്കുമ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടും BJPയിലേക്ക് പോകേണ്ടി വരും. അതായത് BJPയെ രാഷ്ട്രീയപരമായി നേരിടാൻ കഴിയാതെ, സംഘപരിവാരത്തെ രാഷ്ട്രീയപരമായി നേരിടാൻ കഴിയാതെ ഏതെങ്കിലും രീതിയിലുള്ള അനുരഞ്ജനങ്ങൾ കൊണ്ട്, ഏതെങ്കിലും രീതിയിലുള്ള ഗിമ്മിക്കുകൾ കൊണ്ട് രക്ഷപ്പെടാൻ കഴിയില്ല. ഇന്ത്യയിൽ നേർക്കുനേർ നിന്ന് സംസാരിക്കേണ്ട രാഷ്ട്രീയമാണ് സംഘപരിവാർ ഭരണകൂടത്തിനെതിരായ രാഷ്ട്രീയം എന്നുള്ളത്. ആ സംസാരിക്കുന്ന രാഷ്ട്രീയം നിങ്ങളും നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയിലെ അണികളെയും ബോധ്യപ്പെടുത്തി ആ രാഷ്ട്രീയത്തിനൊപ്പം സഞ്ചരിച്ചാൽ മാത്രമേ നിങ്ങൾക്കിവിടെ നിലനിൽപ്പുള്ളൂ. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? 2014 മുതൽ ഇന്ത്യയിലെ സാഹചര്യങ്ങൾ മാറുന്നു. ഇവിടെ അഴിമതിക്ക് പകരം മറ്റുള്ള പ്രശ്നങ്ങൾ വരുന്നു. അതിനർത്ഥം അഴിമതിയില്ല എന്നല്ല, പക്ഷേ രാജ്യത്തെ ഫെഡറൽ സംവിധാനത്തെ പോലും ബാധിക്കുന്ന രീതിയിലുള്ള നിയമനിർമ്മാണങ്ങൾ പോലും നടക്കുന്ന ഒരു അവസ്ഥയിൽ രാജ്യം എത്തപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അത് ആരാണോ കൊണ്ടുവരുന്നത് അവർക്കെതിരായ, അവരുടെ ഐഡിയോളജിക്കെതിരായ രാഷ്ട്രീയം സംസാരിക്കാതെ അരവിന്ദ് കെജ്രിവാളിനോ ആം ആദ്മി പാർട്ടിക്കോ തങ്ങളുടെ രാഷ്ട്രീയം മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. കോൺഗ്രസിന് ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? കോൺഗ്രസിന്റെ നേതാക്കളെ ഇത്തരത്തിൽ വരുതിയിലാക്കി BJPയിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇതിനെ തടയിടാൻ കോൺഗ്രസിന് പലപ്പോഴും കഴിയുന്നില്ല. BJP എന്ന സംഘപരിവാർ പ്രസ്ഥാനത്തിന്റെ, അവരുടെ RSS ഐഡിയോളജിയെ അത്തരത്തിൽ തന്നെ മനസ്സിലാക്കിക്കൊണ്ട് ആ രാഷ്ട്രീയം പൊതുസമൂഹത്തിന് പകർന്നു നൽകാൻ കഴിയുന്ന രാഷ്ട്രീയ നേതൃത്വത്തിന് മാത്രമേ ഇന്ത്യയിൽ സംഘപരിവാർ ഫാസിസത്തെ അതേ രീതിയിൽ അവരെ നേരിടാൻ കഴിയുകയുള്ളൂ. രാജ്യത്തിലെ നിലവിലുള്ള അവസ്ഥ എന്താണ്? രാജ്യം ഭൂരിപക്ഷവും സംഘപരിവാറിനൊപ്പമാണ്. രാജ്യത്തെ ബഹുഭൂരിപക്ഷം ജനങ്ങളും സംഘപരിവാറിനൊപ്പമാണ്. ഒരിക്കലും അല്ല എന്ന് നമ്മൾ വിലയിരുത്തേണ്ടി വരും. കാരണം
സംഘപരിവാറിന് മൃഗീയ ഭൂരിപക്ഷം കിട്ടുന്ന കഴിഞ്ഞ കാലങ്ങളിൽ പോലും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലെ അവരുടെ വോട്ടിംഗ് ശതമാനം കണക്കാക്കിയാൽ അത് കേവലം 30-35 അടുത്തുള്ള വോട്ടിംഗ് ശതമാനം മാത്രമാണ് അവർക്കുള്ളത്. അതായത് ഇന്ത്യയിലെ 65% ആളുകളും അല്ലെങ്കിൽ 70% ആളുകളും സംഘപരിവാർ വിരുദ്ധതയുടെ പക്ഷത്താണ്. പക്ഷേ തെരഞ്ഞെടുപ്പുകളിൽ അവർക്കുണ്ടാവുന്ന വലിയ റിസൾട്ടുകളെ മാനദണ്ഡമാക്കി രാജ്യം മൊത്തം സംഘപരിവാറിന്റെ കയ്യിലായിരിക്കുന്നു എന്നുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുകയാണ്. പരമാവധി വോട്ടിംഗ് ഷെയർ അവർ കരസ്ഥമാക്കിയാൽ പോലും അത് 30-32% ഇടയിലാണ് വരുന്നത് എന്നുള്ള ഒരു കാര്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. ബാക്കിയുള്ള 68% ഇപ്പുറത്താണ് വരുന്നത്. 60% കൂടുതൽ ആളുകൾ പിന്തുണക്കുന്നതും രാജ്യത്തെ സംഘപരിവാർ വിരുദ്ധ ഫാസിസത്തിനെതിരായ സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയത്തെയാണ്. ഇതാണ് ഇവിടെ രാജ്യത്തെ യഥാർത്ഥ അവസ്ഥ എന്നുള്ളത്. പക്ഷേ സംഘപരിവാർ ഉയർത്തിവിടുന്ന ഈ ഹിന്ദുത്വ തീവ്ര ആശയങ്ങളെ ചെറിയ രീതിയിൽ മൃദു ഹിന്ദുത്വമാക്കി മാറ്റിക്കൊണ്ട് കോൺഗ്രസ് പരമ്പരാഗതമായി ശീലിച്ച രാഷ്ട്രീയ ശൈലിയിൽ നിങ്ങൾക്ക് സംഘപരിവാറിനെ ഒരിക്കലും BJPയെ നേരിടാൻ കഴിയില്ല. അത് തന്നെയാണ് ഇപ്പോൾ രാഘവ് ചാദ്ധയെ പോലെയുള്ള ആം ആദ്മി നേതാക്കൾക്കും സംഭവിച്ചിരിക്കുന്നത്. BJPയുടെ സംഘപരിവാറിന്റെ RSSന്റെ ഐഡിയോളജിയെ അതേ രീതിയിൽ മനസ്സിലാക്കാതെ, അതേ രീതിയിൽ അതിനെ നേരിടാൻ കഴിയാതെ കേവലം ഈ അഴിമതി, മറ്റു വികസനം എന്നുള്ള കാര്യം മുൻനിർത്തിക്കൊണ്ട് നിങ്ങൾ സംസാരിച്ചാൽ പലപ്പോഴും അത് സംഘപരിവാർ രാഷ്ട്രീയം നിങ്ങളെ കൈകാര്യം ചെയ്യുക ഈ രീതിയിലായിരിക്കും. ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും വലിയ പ്രതിസന്ധി കാലഘട്ടത്തിലൂടെയാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. 10-ൽ 7 MP BJP പാളയത്തിലേക്ക് രാജ്യസഭയിൽ പോയി എന്ന് പറഞ്ഞാൽ അത് ആ രാഷ്ട്രീയത്തിന്റെ അസ്തിത്വത്തെ തന്നെയാണ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നാളെ പൊതുസമൂഹത്തിന് മുമ്പിൽ ഞങ്ങൾ BJPക്കെതിരെ മത്സരിക്കുന്നു, ഞങ്ങൾക്ക് നിങ്ങൾ വോട്ട് ചെയ്യണം, ഞങ്ങൾ BJPക്കെതിരായ രാഷ്ട്രീയമാണ് പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ രാജ്യത്തുള്ള 70% ആളുകളും 65% ആളുകളും ഈ സംഘപരിവാർ വിരുദ്ധതയുടെ പക്ഷത്താവുമ്പോൾ പക്ഷേ നിങ്ങളെ എങ്ങനെ വിശ്വസിക്കാനാണ്? നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന 10-ൽ 7 MP BJP പക്ഷത്തേക്ക് ചായുമ്പോൾ നിങ്ങളെ ഏത് രീതിയിൽ ഈ ജനസമൂഹം വിശ്വാസത്തിലെടുക്കും? രാജ്യത്ത് ഏറ്റവും പ്രബലമായ ന്യൂനപക്ഷമായ മുസ്ലിങ്ങളാണ് സംഘപരിവാറിന്റെ ഒന്നാമത്തെ ശത്രു എന്നുള്ളത്. അവരെയാണ് രാജ്യത്ത് ഏറ്റവും രൂക്ഷമായ രീതിയിൽ സംഘപരിവാർ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നത്. പക്ഷേ ആ മുസ്ലിം പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യാതെ, ആ മുസ്ലിങ്ങളോടുള്ള നയസമീപനങ്ങളെ പറ്റി സംസാരിക്കാതെ നിങ്ങൾക്കൊരിക്കലും സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയം സംസാരിക്കാൻ കഴിയില്ല. ആൾക്കൂട്ട ആക്രമണങ്ങൾ, ബുൾഡോസർ രാജുകൾ, രാജ്യത്തെമ്പാടുമുണ്ടാകുന്ന കരിനിയമങ്ങൾ, അതുപയോഗിച്ചുകൊണ്ടുള്ള ഭരണകൂട പ്രവർത്തനങ്ങൾ, ഇതൊക്കെ നിങ്ങൾ സംസാരിക്കേണ്ടി വരും. അങ്ങനെ സംസാരിച്ചാൽ ഈ രാജ്യത്ത് അഭിമുഖീകരിക്കുന്ന സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ ഒന്നാമത്തെ ഇരകളായ മുസ്ലിങ്ങളുടെ പ്രശ്നങ്ങളെയും മുസ്ലിം രാഷ്ട്രീയത്തെയും മറികടന്നുകൊണ്ട് നിങ്ങൾക്കൊരു സംഘപരിവാർ വിരുദ്ധതയും പറയാൻ കഴിയില്ല. ഇതാണ് കോൺഗ്രസും ആം ആദ്മിയും പ്രതിസന്ധിയിലാക്കുന്ന കാര്യം. നേരത്തെ സ്വീകരിച്ചു പോരുന്ന മൃദു ഹിന്ദുത്വ ആശയത്തിൽ അധിഷ്ഠിതമായ കേവലം ഒരു സെൻട്രലൈസ്ഡ് രാഷ്ട്രീയം കൊണ്ട് മാത്രം സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയത്തെ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണത്. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ മല്ലികാർജുന ഖാർഗെയെ പോലെയുള്ള ആളുകൾ കോൺഗ്രസിൽ വരുത്തുന്ന മാറ്റങ്ങളും അവരും ഈ പിന്നോക്ക രാഷ്ട്രീയവും മുസ്ലിം പ്രശ്നവും ചർച്ച ചെയ്യാൻ പോലും തയ്യാറാവേണ്ടതിന്റെ ഒരു സാഹചര്യം ഉണ്ടായത് രാജ്യത്ത് ഈ ഒരു പശ്ചാത്തലത്തിലാണ്. അതുകൊണ്ട് തന്നെ രാഘവ് ചദ്ദയെ പോലെയുള്ള ഈ ആളുകൾ BJPയിലേക്ക് പോയതിൽ ഒരു അത്ഭുതവുമില്ല. അവർക്ക് BJPയോ സംഘപരിവാറോ RSSോ അവരുടെ ഐഡിയോളജി ആയിട്ടുള്ള ഒരു പ്രശ്നമേ ആയി മാറുന്നില്ല. അതുകൊണ്ടാണ് രാജ്യം അഭിമുഖീകരിക്കുന്ന യഥാർത്ഥ പ്രശ്നങ്ങളെപ്പറ്റി അവർക്ക് സംസാരിക്കാൻ കഴിയാത്തതും അതൊരു പ്രശ്നമായിട്ട് തോന്നാത്തതും. ഇതിൽ കുഴപ്പം ആശയ വ്യതിരക്തതയുടേതാണ്. കൃത്യമായിട്ടുള്ള ആശയ വ്യതിരക്ത ഇവിടെ സംഭവിച്ചിരിക്കുന്നു. ആശയ പ്രബുദ്ധത കൊണ്ട് മാത്രമേ ഇതിനെ മറികടക്കാൻ കഴിയൂ. നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയം ഈ വിഷയത്തിൽ ഉണ്ടായെങ്കിൽ മാത്രമേ സംഘപരിവാറിന്റെ കരള ഹസ്തങ്ങളെ നേരിടാൻ കഴിയുകയുള്ളൂ. ഇതാണ് രാഘവ് ചദ്ദയെയും അതുപോലെ തന്നെ മറ്റു ആം ആദ്മി പാർട്ടിയുടെ MP BJPയിലേക്ക് പോയിട്ടുണ്ടായ സാഹചര്യം വിശദീകരിക്കപ്പെടുന്നത്. ഏതായാലും സംഘപരിവാർ വിരുദ്ധതയ്ക്കെതിരായ ഒരു പുതിയൊരു രാഷ്ട്രീയം ഇന്ത്യയിൽ ഉയർന്നു വരുമെന്നും രാജ്യത്തെ ഭൂരിഭാഗം ജനങ്ങളും
അതിനോടൊപ്പം സഞ്ചരിക്കുന്ന ഒരു കാലത്തേക്കുള്ള പുതിയ കാൽവെപ്പുകൾ പ്രതീക്ഷിക്കപ്പെടുന്ന ഒരു സാഹചര്യം കൂടി രാജ്യത്തുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും.